എന്തു പറ്റി? ആകെ ടെൻഷനിലാണല്ലോ. മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫാ. ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെന്നാണല്ലോ പറഞ്ഞത്. ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി വല്ലയിടത്തുമൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതാണല്ലോ അവളുടെ സ്ഥിരം പരിപാടി. ഭഗവാനെ, പ്രസാദമായിക്കൊള്ളൂ. അല്ല, എന്തിനാ കരയുന്നേ? എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ പോറ്റി. സാരമില്ല, വിഷമങ്ങളെല്ലാം ഭൈരവമൂർത്തിയോട് പറഞ്ഞോളൂ, എല്ലാം തീർത്തേരും. എന്റെ ഭൈരവമൂർത്തി, എന്തൊരു പരീക്ഷണമായത്. എന്റെ മോൾ എന്നെ ഒന്ന് ഓർക്കുന്ന പോലുമില്ല. ഇത്രയും കാലം ഞാൻ അവക്ക് വേണ്ടി കാത്തിരുന്നത് ഇങ്ങനൊരു കാഴ്ച കാണാനായിരുന്നു. എന്റെ ഭഗവാന്, ഇത്രയ്ക്കൊരു ശാപം നീ എന്തിനാ എന്റെ മോക്ക് കൊടുത്തത്? പെറ്റമ്മയെ കണ്ട പോലെ തിരിച്ചറിയില്ലെങ്കിൽ പിന്നെ എന്റെ സച്ചിമോൻ അവളെ പിന്നെ എങ്ങനെ തിരിച്ചു കിട്ടാനാ? എന്റെ ദൈവമേ, എത്രയും പെട്ടെന്ന് എന്റെ മോക്ക് ഓർമ്മ തിരിച്ചു കൊടുക്കണേ. വയ്യ, ഇനി ഈ വേദന സഹിച്ച് മുന്നോട്ട് പോകാൻ വയ്യ. ഇതിനൊരവസാനം കണ്ടേ പറ്റൂ. ദുഃഖത്തിന്റെ എരുതിയിൽ ജീവിക്കുന്ന എൻ്റെ അമ്മയെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. സമൃദ്ധയുടെ ഈ മൂടുപടം വലിച്ചെറിഞ്ഞ് അർച്ചനയിലേക്ക് മടങ്ങിപ്പോയേ പറ്റൂ. ചേട്ടാ, ഈ ഫോട്ടോ കാണുന്ന ആളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ദോ, അവരല്ലേ അവിടെ നിന്ന് പായസം കുടിക്കുന്നേ. അമ്മേ, അമ്മേ, എന്താ അമ്മ ഇത്? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. എങ്ങോട്ട് പോവാണെന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ അമ്മയ്ക്ക് അറിയുള്ളൂ. എന്റെ അച്ഛൻ ഓർമ്മ തിരിച്ചു കിട്ടാൻ അമ്മ ഏത് മൂർത്തിയോടെ പോലെ പ്രാർത്ഥിക്കേണ്ടത്? മോനെ, അവള് നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴാ വരുന്നത്? അമ്മ മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് കാണാൻ പറ്റുമോ മോനെ? അമ്മ വിഷമിക്കണ്ട, എല്ലാം നടക്കും. അർച്ചന നമ്മുടെ വീട്ടിലേക്ക് വരും. ഇനി അതിനധികം താമസമില്ല. അമ്മ വാ. എന്നാലും ഇവിടുത്തെ എവിടെ പോയി കിടക്കോ? ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. വരേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്തു പറ്റി? ആകെ ടെൻഷനിലാണല്ലോ.
മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫാ. ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെന്നാണല്ലോ അറിഞ്ഞത്. ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി വല്ലയിടത്തുമൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതാണല്ലോ അവളുടെ സ്ഥിരം പരിപാടി. എന്റെ കമ്പനിയിലായതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നു. മറ്റു വല്ലയിടത്തും ആയിരുന്നെങ്കിൽ എന്നെ പിരിച്ചുവിട്ടേനെ. മകളെ ഇങ്ങനെ കയറൂരി വിടുന്നതിനിടയിൽ അവൾ എവിടെയൊക്കെ പോകുന്നു എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. എന്റെ മോൾ അങ്ങനെ അനാവശ്യമായിട്ട് ഒന്നിനും പോവില്ല. ഹും. ആരുമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ആ വീട്ടിലിരിക്കുന്ന അമ്മമാർ പലപ്പോഴും മക്കളുടെ കാര്യങ്ങളൊന്നും അറിയാറില്ല. എന്തായാലും അവള് വരുമ്പോ ഈ പോക്കത്ര ശരിയല്ലെന്ന് മോളോടൊന്നും പറഞ്ഞു മനസ്സിലാക്ക്. അല്ല, മോൾക്കാരോടെങ്കിലും വല്ല പ്രേമമോ മറ്റോ ഉണ്ടായിരുന്നോ? എന്റെ മോൾക്ക് അങ്ങനെ ആരോടും ഒരു ബന്ധവുമില്ല. താൻ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. ആ, നിങ്ങളായി നിങ്ങളുടെ മകളായി ഞങ്ങൾക്കിതിൽ എന്ത് കാര്യം? വരുമ്പോ മകളോട് കാര്യമായിട്ടൊന്ന് ചോദിച്ചു നോക്ക് എവിടെയായിരുന്നു എന്ന്. ഈശ്വര, നീ സമൃദ്ധിയല്ല, അർച്ചനയാ എന്റെ അച്ചു. എന്റെ കണ്ണടയും മുമ്പേ നീ എന്നെ അമ്മയെന്ന് വിളിച്ച് കേൾക്കണം മോളെ. എനിക്ക് ഹലോ, എന്താ എന്താ പറ്റിയേ? എന്റെ മോളെ കാണാനില്ല. എന്താ പറഞ്ഞേ? കാണാനില്ലെന്നോ? കാഞ്ചന എവിടെ പോയി? എനിക്കറിയില്ല മോളെ. രാവിലെ ഓഫീസിൽ പോയതാ. നേരത്തെ ഇറങ്ങിന്ന് അവന്തികയും മൂർത്തിയും എല്ലാവരും പറഞ്ഞു. പക്ഷെ അവൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ മോളെ. എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ല. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ചേച്ചി കരയാതെ. അവള് ആരെങ്കിലും കാണാൻ പോയതായിരിക്കും. ഈ രാത്രി ഞാനിപ്പോ എന്താ ചെയ്യാ? ആരോട് അന്വേഷിക്ക? മോളെ, എന്തെങ്കിലും ഒന്ന് ചെയ്യും മോളെ. ഞാനൊന്ന് നോക്കട്ടെ. പേടിക്കണ്ട, കാഞ്ചനയ്ക്കൊന്നും സംഭവിക്കില്ല. അവള് ഉടനെ തിരിച്ചു വരും. ഞാനല്ലേ പറയുന്നേ.